സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് 10/10/2025, അതായത് ഇന്ന് റിലീസ് ചെയ്ത രാവണപ്രഭു എന്ന് പറഞ്ഞ മൂവിയെ കുറിച്ചിട്ടാണ്. ആ മൂവിയുടെ കഥയോ ടെക്നിക്കൽ സൈഡോ ഇതൊന്നുമല്ല പറയുന്നത്, എന്റെ അനുഭവങ്ങളാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തൃശ്ശൂർ ജോസില് ആണ് ഈ സിനിമ കാണാൻ പോയത്. ഏകദേശം ഫ്രണ്ട് തൊട്ട് മുമ്പിലത്തെ റോയിലാണ് ഇരുന്ന സിനിമ കണ്ടത്. ഞാനും അനിയനും കൂടിയിട്ടാണ് ഇരുന്ന് കണ്ടത്. ആദ്യം തന്നെ പറയട്ടെ, അന്യായ വൈബായിരുന്നു. ഫാൻസിന്റെ ഒക്കെ ഗംഭീരമായിട്ടുള്ള എന്താ പറയാ ഒരു ആഘോഷം. നമ്മുടെ ലാലേട്ടനെ ഏതൊരു സമയത്ത് പറഞ്ഞ പോലെ എന്റെ പിള്ളേരുണ്ടടാ എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഭയങ്കര വൈബായിരുന്നു. ഞാൻ പണ്ട് എറണാകുളം കവിതാ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളത്, പഠിക്കുന്ന സമയത്ത്. അന്ന് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ ഷേനായിസിലെ രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമയും കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അന്ന് എറണാകുളം കവിതയില് അന്യായ തിരക്കായിരുന്നു. ഞങ്ങള് 3-4 ദിവസമൊക്കെ ആയിട്ടാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് രാവണപ്രഭു. അപ്പോ അതിനുശേഷം അന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസിന് ശേഷം ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ വെച്ചിട്ട് ഈ സിനിമ കാണുന്നത്. അത് തൃശ്ശൂര് ജോസ് തിയേറ്ററിൽ വെച്ചിട്ട്. ജോസ് തിയേറ്ററിന്റെ പ്രത്യേകത അറിയാലോ, കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ കൂടിയാണ് ജോസ് എന്നാണ് പറയുന്നത്. ആ ലാലേട്ടന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അതേപോലെ ജഗതി, എല്ലാവരുടെയും ആ ഒരു ലെവൽ, ആ 1-2 പാട്ടുകളൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. എനിക്കും അതാ ഒരു നല്ലൊരു എൻജോയ്മെന്റ് കിട്ടി. പിന്നെ തിയേറ്ററിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ എക്സ്പീരിയൻസ്. നമ്മളെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ജോസ് തിയേറ്ററിൽ കുറച്ചും കൂടി നല്ലത്. എന്നുവെച്ചാൽ ബാക്കിൽ ഇരിക്കുമ്പോൾ സ്ക്രീൻ കുറച്ച് വളരെ ചെറുതുപോലെയായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുന്തോറും നല്ല രസമാണ് പടം കാണാനും. ആ സ്ക്രീനും അതിന്റെ ആ ഒരു എഫക്റ്റും ആ ക്ലാരിറ്റി ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ശ്രദ്ധിച്ചിട്ടാണ് കണ്ടത്. കൂടെ എന്റെ അനിയനും കൂടി ഉണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് രാവണപ്രഭു തിയേറ്ററിൽ കാണുന്നത്. അപ്പൊ അവനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിപ്പോഴും ആ സിനിമ കണ്ടതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു പുതിയ സിനിമ കാണുന്ന പോലെ തന്നെയാണ് കണ്ടത്. അതിൽ ഓരോ സീൻസും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അതിലത്തെ ഓരോ സീനുകൾ എന്താണ്, ഓരോ ഡയലോഗ്സ് എന്താണ്, ഇതൊക്കെ അറിയാം. പക്ഷെ എങ്കിലും ആ ആഘോഷം അത് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുമില്ലാത്ത ഒരു മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികേയനെയും അതേപോലെയൊക്കെ ഇങ്ങനെ നമ്മുടെ വാര്യരെയും ഒക്കെ കാണുമ്പോൾ ആ ഒരു ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. അതായത് എന്താ വെച്ചാല് ഇപ്പോഴും ഇതേപോലെയുള്ള സ്റ്റോറിയും ഇതേപോലെയുള്ള ഒരു പഞ്ച് ഡയലോഗുകളും ഇതേപോലെയുള്ള ആ ഒരു ആക്ഷനും ഇങ്ങനത്തെ ഒരു ഉത്സവ ചിത്രമൊക്കെ ഇങ്ങനെയുള്ള സിനിമകളും നമ്മളെ മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ്. അതിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ കൂടിയാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പൊ ഇനിയും ഇതേപോലെയുള്ള മൂവികളൊക്കെ ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് സംഭവിക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം. അത് ആ തിയേറ്ററിലും മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ സിനിമകൾ ഇനിയും വേണം എന്നുള്ളത്. ആ തിയേറ്ററിലെ ആഘോഷങ്ങള്, അതിലത്തെ കയ്യടികള്, ആർപ്പുവിളികള്, പടം ത്രൂ ഔട്ട് തന്നെയാണ്. അങ്ങനത്തെ ഒരു സിനിമയും കൂടി ഇനിയും ഈ വരുന്ന സമയങ്ങളിൽ കൂടിയും അങ്ങനത്തെ ഒരു സിനിമകൾ ഈ വീണ്ടും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രാവണപ്രഭു കിഡിലിന് എക്സ്പീരിയൻസ് ആയിരുന്നു. ജോസ് തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. ഒന്നും പറയാനില്ല. നമുക്ക് ആ ഒരു ലാലേട്ടനെയും എല്ലാവരും എങ്ങനെ കാണുമ്പോ ആ ഒരു കിട്ടുന്ന ഒരു എനർജി തന്നെ വേറൊരു ലെവലായിരുന്നു. പ്രത്യേകിച്ച് തകില് പുകില് എന്ന് പറഞ്ഞ പൊട്ടുകുത്തടി, അറിയാതെ എന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ, അറിയാതെ എന്നുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഫീൽ ആയിരുന്നു. പിന്നെ സൗണ്ട് മിക്സിംഗ് ഒക്കെ പറയണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ സൗണ്ട് മിക്സിംഗും കാര്യങ്ങളൊക്കെ പുതിയതായിട്ടൊക്കെ കുറേശ്ശൊക്കെ കയറ്റിയിട്ടുണ്ട്. അതൊക്കെ പടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പോർഷൻസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് പുതിയതായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷെ അതൊന്നും നമുക്ക് അറിയാത്ത രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഇന്നസെന്റിന്റെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, ഞാൻ ഒരുപാട് ആ കൗണ്ടർ ആസ്വദിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് അങ്ങനെ ഇതായത്. പക്ഷെ എനിവേ മോഹൻലാലിന്റെ പടങ്ങൾ ഇത്രയും റീമേക്ക് ചെയ്ത് വന്നതിൽ ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് കണ്ട പടം രാവണപ്രഭു തന്നെയാണ്. കാരണം ഒരുപാട് നമ്മുടെ പഴയ ഓർമ്മകളും ഒക്കെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കയറി വന്നു. എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കഴിയുന്നതും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നല്ല തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. നല്ല ഓളങ്ങളുള്ള നല്ല തിരക്കിലിരുന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു ദൃശ്യാനുഭവം തന്നെയായിരിക്കും. എന്തായാലും നമ്മളിപ്പോ ചെറിയ സ്ക്രീനിലും ടിവിയിലൊക്കെ കണ്ടിട്ടുള്ള സംഭവത്തിന് ആ ബിഗ് സ്ക്രീനിൽ ഇങ്ങോട്ട് വരുമ്പോ ഓനെ സവാരി ഗിരിഗിരി നടേശ കൊല്ലണ്ട എന്നൊക്കെ പറയുന്ന ആ സീനൊക്കെ കിട്ടുന്ന ആ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. ബാബുരാജിന്റെ അവിടെ കാല് കയറ്റി വെച്ചിട്ടുള്ള ഡയലോഗ് ഇല്ലേ. ഇനി നമുക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. തീർച്ചയായും നിർബന്ധമായിട്ടും കഴിയുമെങ്കിൽ നല്ല തിയേറ്റർ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയറും കമന്റ് ഒന്ന് ചെയ്തേക്കണേ. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. എന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. എനിക്കുണ്ടായിട്ടുള്ള ആ ഒരു ത്രില്ല് നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.